സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുന്നു. 3 ജില്ലകളിൽ റെഡ് അലർട്ട്, 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അരവിന്ദ് വിജയിച്ചിരുന്നുണ്ട്. അരവിന്ദ്, ഓരോ മണിക്കൂറിലും ഇടവിട്ട് ഇപ്പോൾ അലർട്ടുകൾ വരുന്നു. അടുത്ത 3 മണിക്കൂറിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല, ഏതൊക്കെ ജില്ലകളിൽ എന്തൊക്കെ അലർട്ടുകളാണ് പുതുതായി വന്നിട്ടുള്ളത്? രാജേഷ്, സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതി കൂടുതൽ വടക്കൻ ജില്ലകളിലാണ് നാശം വിധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആഴ്ചയിൽ പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ഉണ്ടാകുക എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഏകദേശം വരുന്ന വെള്ളിയാഴ്ചയോടുകൂടി മഴയുടെ തീവ്രത കുറയും എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും വടക്കൻ ജില്ലകളിലാകും ഏറ്റവും കൂടുതൽ മഴ ശക്തമായി തന്നെ തുടരുന്നത്. നാളെയും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും വടക്കൻ ജില്ലകളിൽ തന്നെയാണ്. അതിൽ പ്രധാനമായും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലെല്ലാം നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു വാരം മുഴുവൻ മഴ വലിയ രീതിയിൽ തന്നെ ശക്തി പ്രാപിക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്നിരുന്നാൽ പോലും പ്രവചനാതീതമായ മഴ കാലാവസ്ഥ മുന്നറിയിപ്പുകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. ഇത് കൂടുതൽ ജനങ്ങളിൽ ഭീതി പരത്തുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. തോടുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ജലാശയങ്ങളിൽ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഒഴുക്കും വലിയ രീതിയിൽ ശക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിലുള്ളവരും ഒപ്പം ഇത്തരം ജലപാതകൾക്ക് സമീപം താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നലെ മത്സ്യബന്ധനത്തിന് നൽകിയ മുന്നറിയിപ്പ് നിലവിൽ തുടരുന്നൊരു സാഹചര്യമാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉയർന്ന തിരമാലകൾക്കും മുന്നറിയിപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. ഒപ്പം മലയോര മേഖലകളിലും അതീവ ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നറിയിപ്പ് തുടരുകയാണ്. രാജേഷ്.